ഒരു മലയാള സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓണാക്കാൻ മറന്ന ഒരു ക്യാമറാമാൻ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി മോഹൻലാൽ തിരക്കഥ എഴുതിയ സ്വപ്നമാളിക എന്ന സിനിമ അദ്ദേഹത്തിന്റെ തന്നെ കാരണം മൂലം 14 വർഷമായി പുറത്തിറങ്ങിയിട്ടില്ല. എന്തിനു പറയാൻ, ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഒറിജിനൽ പക്ഷികളെ ഉപയോഗിച്ച് നായികയെ ആക്രമിച്ചിട്ട് സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിചിത്രമായ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മലയാള സിനിമയിലടക്കം പലതിലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ മലയാള സിനിമയിൽ ഉൾപ്പെടെയുള്ള പല വിചിത്രമായ സംഭവങ്ങളെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. സ്വാമി അയ്യപ്പൻ ഒരു സിനിമയുടെ പേരിൽ പിന്നീട് അറിയപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കിരീടം പാലം, വൈശാലി ഗുഹ, എന്തിന് ഗോഡ്ഫാദർ ട്രാൻസ്ഫോമർ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം സിനിമ ഇറങ്ങിയതിനു ശേഷം ഡബിൾ ഫേമസ് ആയ ചരിത്രം ഇവിടെയുണ്ട്. ആ വിചിത്രമായ സംഭവം ഉണ്ടായത് 1975 പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിലൂടെയാണ്. മലയാളത്തിലും തമിഴിലും ഒരേ സമയം ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു സ്വാമി അയ്യപ്പൻ. സിനിമയിൽ ജമിനി ഗണേശൻ, മാസ്റ്റർ രഘു, ശ്രീവിദ്യ, സുകുമാരി തുടങ്ങിയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പി സുബ്രഹ്മണ്യമാണ്, അതായത് നമ്മുടെ ഹൃദയം സിനിമയുടെ നിർമ്മാതാവിന്റെ മുത്തച്ഛൻ. സിനിമയുടെ പേര് പറയുന്നത് പോലെ തന്നെ അയ്യപ്പനും ശബരിമലയുമായിരുന്നു സിനിമയുടെ പ്രധാന കണ്ടന്റ്. ശബരിമല പണ്ട് മുതലേ ഫേമസ് ആയിരുന്നല്ലോ. അതുമാത്രമല്ല, ഈ തമിഴ്നാട്ടിലുള്ളവർ ഭയങ്കര ഭക്തരായതുകൊണ്ട് ഈ സിനിമ തമിഴിൽ ഇറങ്ങിയതിനു ശേഷം ശബരിമലയും തീർത്ഥാടനവുമെല്ലാം അപ്പോൾ ഉണ്ടായിരുന്നതിൽ അധികമായി പോപ്പുലാരിറ്റി കിട്ടിയെന്നാണ് ഡാറ്റകൾ പറയുന്നത്. അതായത് ഈ സിനിമ തമിഴ്നാട്ടിൽ റിലീസ് ആയതിനു ശേഷം തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിലേക്കുള്ള ഭക്തജനങ്ങളുടെ വരവ് 4 മടങ്ങ് കൂടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുമാത്രമല്ല, ഈ സിനിമയ്ക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ അയ്യപ്പനും ശബരിമലയും കേന്ദ്രമാക്കി ഒരുപാട് മ്യൂസിക് കാസറ്റുകളെല്ലാം പുറത്തു വരാൻ തുടങ്ങിയത്. ജി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത യേശുദാസ് പാടിയ ഈ സിനിമയിലെ ഒരു ഗാനമാണ് ഹരിവരാസനം. പിന്നീട് ഈ സിനിമയിലെ ഈ ഗാനമാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ദിനചര്യയുടെ ഭാഗമായി മാറിയത്. പ്രത്യേകിച്ചും നടയടയ്ക്കുന്ന സമയത്തെല്ലാം ഹരിവരാസനം എന്ന ഈ സിനിമയുടെ പാട്ട് ഒഫീഷ്യലി അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ സിനിമ സൗത്ത് ഇന്ത്യയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ലാഭത്തിന്റെ ഒരു വിഹിതം ഉപയോഗിച്ചാണ് ശബരിമലയിലെ സ്വാമി അയ്യപ്പൻ റോഡ് നിർമ്മിച്ചത്. അതിന് നേതൃത്വം കൊടുത്തത് ഈ സിനിമയുടെ സംവിധായകനായ പി സുബ്രഹ്മണ്യത്തിന്റെ സുബ്രഹ്മണ്യം ട്രസ്റ്റ് ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് തമിഴ്നാട്ടിൽ കാണുന്ന ശബരിമല ഭക്തരുടെ വലിയൊരു കുത്തൊഴുക്കിന് കാരണമായത് 1975 ഈ സിനിമയാണ്. ഇത് വളരെ വിചിത്രമായൊരു സംഭവമായിരുന്നു. തരുണി സച്ചിദേവ് വെറും 4 സിനിമകളിൽ മാത്രം അഭിനയിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ബാലതാരമായിരുന്നു തരുണി സച്ചിദേവ്. തരുണിയുടെ കാര്യത്തിൽ വളരെ വിചിത്രമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് തരുണി ജനിച്ച വർഷം 1998 മെയ് 14-നാണ്. തരുണി മരണപ്പെട്ടതും 2012 മറ്റൊരു മെയ് 14-ന്. അതുമാത്രമല്ല, മരിക്കുമ്പോൾ തരുണിയുടെ പ്രായം 14 വയസ്സായിരുന്നു. ഒരു 14ന്റെ കണക്ക് ഇവിടെ വരുന്നുണ്ട്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു വ്യക്തിയാണ് KPAC സണ്ണി. അദ്ദേഹം ജനിച്ചത് 1934 ഏപ്രിൽ 18-നായിരുന്നു. മറ്റൊരു ഏപ്രിൽ 18-നാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അതുമാത്രമല്ല, ഏപ്രിൽ 18 എന്ന മലയാള സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ സംഖ്യകൾ കൃത്യമായി ഒത്തുവന്നത് വളരെ വിചിത്രമായ മറ്റൊരു സംഭവമായിരുന്നു. സത്യൻ അന്തിക്കാട് സത്യൻ അന്തിക്കാടിന്റെ 2 സിനിമകളിൽ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വേറൊന്നുമല്ല, സത്യൻ അന്തിക്കാടിനെ ഒരു ക്യാമറമാൻ ചതിച്ചു. ഒരു തവണയല്ല, 2 വട്ടം. 1989 വരവേൽപ്പ് എന്ന സിനിമയിൽ വെള്ളാര പൂമല മേലെ എന്നൊരു പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ നാട്ടിലെ അമ്പലത്തിലെ വെടിക്കെട്ട് ഷൂട്ട് ചെയ്യാൻ സത്യൻ അന്തിക്കാട് തീരുമാനിച്ചിരുന്നു. അങ്ങനെ വെടിക്കെട്ട് ഷൂട്ട് ചെയ്യാൻ വന്ന് ഉത്സവത്തിന്റെയും വെടിക്കെട്ടിന്റെയും ഭംഗി ആസ്വദിക്കുന്നതിനിടയിൽ ക്യാമറമാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. വെടിക്കെട്ടിന്റെ അവസാന സമയത്താണ് ഈ ഒരു സംഭവം അദ്ദേഹം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ആ ഒരു പാട്ടില് വെടിക്കെട്ടിന്റെയും ഉത്സവത്തിന്റെയും അവസാന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പ്രധാനപ്പെട്ട ഒന്നും തന്നെ അവർക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ സിനിമ ഇറങ്ങുന്നതിനും 3 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ മറ്റൊരു സത്യൻ അന്തിക്കാട് സിനിമയാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. സിനിമയിൽ ഒരു ഭാഗത്തായി മോഹൻലാലും ശ്രീനിവാസനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോങ് ഷോട്ട് ഉണ്ട്. എന്നാൽ ഈ സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ക്യാമറയുടെ ലെൻസ് പെട്ടെന്ന് ബ്ലറായി പോയത് മൂലം കുറച്ചു നേരത്തേക്ക് സീനിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു. ക്യാമറമാന്റെ ഭാഗത്തെ ചെറിയൊരു അശ്രദ്ധയായിരുന്നു അതിന്റെ കാരണം. ആ സിനിമ ഇപ്പോൾ കണ്ടു നോക്കിയാലും ആ ഒരു ക്യാമറ ബ്ലറായ ഭാഗം കൃത്യമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ വിചിത്രമായ സംഭവം മറ്റൊന്നുമല്ല, ഈ 2 സിനിമകളും സത്യൻ അന്തിക്കാടിന്റെ സിനിമകളായിരുന്നുവെന്ന് മാത്രമല്ല, ഈ 2 സിനിമയിലും ക്യാമറമാൻ വിപിൻ മോഹൻ ആയിരുന്നു. അദ്ദേഹമായിരുന്നു ഈ 2 സിനിമയിലും ക്യാമറയിലൂടെ സത്യൻ അന്തിക്കാടിന് 8ന്റെ പണി കൊടുത്തത്. അതുമാത്രമല്ല, ഈ 2 സിനിമയുടെ തിരക്കഥാകൃത്ത് ശ്രീനിവാസനായിരുന്നു. 2ലും മോഹൻലാൽ ആയിരുന്നു നായകൻ. നമ്പർ 20 മദ്രാസ് മെയിൽ 1990 പുറത്തിറങ്ങിയ ജോഷി സിനിമയായിരുന്നു നമ്പർ 20 മദ്രാസ് മെയിൽ. ഈ സിനിമയിൽ വളരെ വിചിത്രമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് സിനിമയുടെ ഒരു ഭാഗത്തായി ജഗതി ശ്രീകുമാറിന്റെ TTR നടനായ മമ്മൂട്ടിയുടെ ആദ്യ തമിഴ് സിനിമയെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ജഗതി മമ്മൂട്ടിയുടെ ആദ്യ തമിഴ് സിനിമയായി പറയുന്നത് കൈദി നമ്പർ 786 എന്നാണ്.
എന്നാൽ അങ്ങനെ ഒരു തമിഴ് സിനിമ മമ്മൂട്ടി ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാകും ജഗതി അങ്ങനെ പറഞ്ഞത്? അവിടെയാണ് ഒരു വൻ ട്വിസ്റ്റ് വരുന്നത്. അതായത് മമ്മൂട്ടിയുടെ ആദ്യത്തെ റിലീസായ തമിഴ് സിനിമ 1989 മൗനം സമ്മതമായിരുന്നു. അതിന്റെ സംവിധാനം കെ മധുവും തിരക്കഥ എസ് എൻ സ്വാമിയുടേതുമായിരുന്നു. എന്നാൽ ഈ സിനിമയായിരുന്നില്ല മമ്മൂട്ടിയുടെ ആദ്യ തമിഴ് സിനിമയായി വരേണ്ടത്. ഇതേ കെ മധു, എസ് എൻ സ്വാമി എന്നിവർ ചേർന്ന് കൈദി നമ്പർ 786 എന്ന പേരിൽ മമ്മൂട്ടിയെ വെച്ച് ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അവസാന നിമിഷം അവർ ആ സിനിമ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും ഈ സിനിമയുടെ പേര് വെച്ച് മമ്മൂട്ടിയുടെ സ്കെച്ചൊക്കെ വരച്ച് അവർ പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. എന്നാൽ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കൈദി നമ്പർ 786 എന്ന സിനിമ അവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ ആദ്യ തമിഴ് സിനിമ കൈദി നമ്പർ 786 അല്ലേ എന്ന് ജഗതി ചോദിക്കുന്നത്. എന്നാൽ പക്ഷേ ആ ഒരു സിനിമ നടന്നില്ല എന്ന് മാത്രമല്ല, ഈ പ്രോജക്റ്റ് നടക്കാത്തതുകൊണ്ട് ഇതേ പേരിൽ തെലുഗു മെഗാസ്റ്റാറായ ചിരഞ്ജീവി ഒരു സിനിമ തെലുങ്കിൽ ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ സിനിമ വിജയകാന്തിന്റെ അമ്മൻ കോവിൽ കിഴക്കിലെ എന്ന തമിഴ് സിനിമയുടെ റീമേക്ക് ആയിരുന്നു. ഇനി പറയാൻ പോകുന്നത് അടിച്ചു മാറ്റിയ ഒരു പേരിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ ലോകത്ത് പേരില്ലാത്ത ഒരു വസ്തുവുമില്ല. അതുപോലെ തന്നെ ഓരോ സിനിമാ ഇൻഡസ്ട്രിക്കും വ്യത്യസ്ത പേരുകളുണ്ട്. ഉദാഹരണത്തിന് ഹോളിവുഡ്, ബോളിവുഡ്, മോളിവുഡ്, അങ്ങനെ ഒരുപാട് പേരുകൾ. എന്നാൽ ഇതിന്റെ എല്ലാം കൂടെ കോമൺ ആയി കാണുന്ന ഒരു വാക്കാണ് വുഡ്. എന്തുകൊണ്ടാണ് ഓരോ സിനിമാ ഇൻഡസ്ട്രികൾക്കും ഇത്തരത്തിൽ ഓരോ പേരെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ, ലോകത്ത് ആദ്യമായി സിനിമാ ഇൻഡസ്ട്രിക്ക് പേര് വന്നത് ഹോളിവുഡിനായിരുന്നു. 1887 HJ വൈറ്റ്ലി എന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ ലോസ് ഏഞ്ചൽസിലെ കാടുകളിലെ വലിയ മരങ്ങൾ വെട്ടിമാറ്റി സ്ഥലം നികത്തി. ആ സ്ഥലത്തിനെ ലാൻഡ് ഓഫ് ഹോളി ബുഷ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. 500 ഏക്കറോളം വരുന്ന ആ ഒരു സ്ഥലത്തെ മരങ്ങൾ വെട്ടിയതുകൊണ്ട് ഹോളിംഗ് വുഡ് എന്ന് പലരും അതിനെ വിശേഷിപ്പിച്ചു. ഹോളിംഗ് വുഡ് എന്നാൽ മരങ്ങൾ വെട്ടിമാറ്റി കൊണ്ടുപോകുക എന്നാണ് അർത്ഥം. ഹോളി ബുഷസ് എന്ന സ്ഥലത്ത് ഹോളിംഗ് വുഡ് എന്ന രീതിയിൽ മരങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ ഹോളിംഗ് എന്ന വാക്കിന് പകരം ഹോളി അഥവാ ഹോളിവുഡ് എന്ന പേര് അദ്ദേഹം ഇട്ടു. അങ്ങനെ അന്ന് വെട്ടിമാറ്റിയ കാടുകളുള്ള സ്ഥലത്താണ് ഇന്ന് ഹോളിവുഡ് സ്ഥിതി ചെയ്യുന്നത്. ഹോളിവുഡിലെ വുഡ് എന്ന പൊതുവായ വാക്ക് ഉപയോഗിച്ചുണ്ടാക്കിയ രണ്ടാമത്തെ ഇൻഡസ്ട്രിയാണ് ടോളിവുഡ്. എന്നാൽ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ടോളിവുഡ് എന്ന് പറഞ്ഞാൽ തെലുഗു സിനിമയാണെന്ന് നമുക്കറിയാം. എന്നാൽ ആ കാലത്ത് ടോളിവുഡ് തെലുഗു സിനിമയല്ലായിരുന്നു, പകരം ബംഗാൾ സിനിമയായിരുന്നു. അതായത് അന്നത്തെ കാലത്ത് വുഡ് എന്ന വാക്കെടുത്ത ശേഷം അതിനു മുന്നിൽ ഓരോ നാട്ടിലെയും പേരുകൾ ചേർത്ത് തുടങ്ങി. ബംഗാളി സിനിമയുടെ കേന്ദ്രം കൊൽക്കത്തയിലെ ടോളിഗഞ്ച് എന്ന സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് ടോളി എന്ന വാക്കിന്റെ കൂടെ വുഡ് ചേർത്ത് ടോളിവുഡ് ആക്കി. എന്നാൽ പിന്നീട് ബംഗാളി സിനിമയുടെ പതനം തുടങ്ങിയ ശേഷം തെലുഗു സിനിമയുടെ ഉയർച്ച ആരംഭിച്ചതുകൊണ്ട് ടോളിവുഡ് എന്ന പേര് നൈസായിട്ട് തെലുങ്കന്മാരങ്ങ് അടിച്ചു മാറ്റി. അങ്ങനെ പിന്നീട് വുഡ് എന്ന വാക്കെടുത്ത ശേഷം പലരും ഇൻഡസ്ട്രിക്ക് പേരിടാൻ തുടങ്ങി. കോടമ്പക്കത്തിന്റെ കോ എടുത്ത് തമിഴ് സിനിമയ്ക്ക് കോളിവുഡ് എന്നാക്കി. ബോംബെയുടെ ബോ എടുത്ത് ബോളിവുഡ് ആക്കി. മലയാളത്തിന്റെ അക്ഷരം എടുത്ത് മോളിവുഡ് ആക്കി. കർണാടക എന്നത് ചന്ദനമരങ്ങളുടെ നാടായതുകൊണ്ട് സാൻഡൽവുഡ് എന്നാക്കി. എന്തിനു പറയാൻ, പാകിസ്ഥാന്റെ ലാഹോറിന്റെ ലാ എടുത്ത് അവിടെ ലോളിവുഡ് എന്നാക്കി. ആ ഒരു ട്രെൻഡ് അങ്ങനെ പോകുന്നു. എന്തൊക്കെയാണെങ്കിലും ടോളിവുഡിന്റെ പേരിൽ ഇന്നും അടി നടക്കുന്നുണ്ട്. തെലുഗു സിനിമ ഇന്ന് ഒരുപാട് ഉയരത്തിലായതുകൊണ്ട് ഇനി ആ ഒരു പേര് ബംഗാളി സിനിമയ്ക്ക് കിട്ടാനും സാധ്യത വളരെ കുറവാണ്. തിലകൻ, കവിയൂർ പൊന്നമ്മ. മലയാള സിനിമയിലെ മികച്ച ജോഡികൾ തന്നെയായിരുന്നു തിലകനും കവിയൂർ പൊന്നമ്മയും. ഭാര്യ ഭർത്താക്കന്മാരായി അവർ ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സന്ദേശം, കിരീടം, തനിയാവർത്തനം, കുടുംബവിശേഷം, സമാഗമം, കാട്ടുകുതിര തുടങ്ങിയ ഒരുപാട് സിനിമകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇതിനിടയിൽ വളരെ വിചിത്രമായ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നല്ല ജോഡിയായി അഭിനയിച്ചിരുന്ന തിലകൻ കവിയൂർ പൊന്നമ്മയുടെ മകനായി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമയുണ്ടോ എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അങ്ങനെ ഉണ്ട്. 1973 പുറത്തിറങ്ങിയ PJ ആന്റണി സംവിധാനം ചെയ്ത തിലകന്റെ ആദ്യ സിനിമയായിരുന്നു പെരിയാർ. IAS പഠിക്കാൻ പോയി തോറ്റ ശേഷം പിന്നീട് ഭ്രാന്തായി പോകുന്ന ഒരു മകനാണ് തിലകൻ. ആ തിലകന്റെ അമ്മയായി അഭിനയിച്ചിരിക്കുന്നത് സാക്ഷാൽ കവിയൂർ പൊന്നമ്മയാണ്. ഈ ഒരൊറ്റ സിനിമയിൽ മാത്രമാണ് ഇവർ അമ്മ മകൻ കഥാപാത്രങ്ങളായി അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ഡോൺ. പൈസ വാങ്ങാതെ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് നടീനടന്മാരുണ്ടായിട്ടുണ്ട്. എന്നാൽ നടീനടന്മാർ ഉൾപ്പെടെ എല്ലാ ടെക്നീഷ്യന്മാരും പൈസ വാങ്ങാതെ പ്രവർത്തിച്ച ചുരുക്കം സിനിമകളിൽ ഒന്നാണ് 1978 അമിതാഭ് ബച്ചന്റെ ഡോൺ എന്ന സിനിമ. ഈ വിചിത്രമായ സംഭവത്തിന്റെ പിന്നിലെ കഥ വളരെ സിമ്പിളാണ്. അതായത് ഈ സിനിമയുടെ നിർമ്മാതാവും സിനിമോട്ടോഗ്രാഫറും നരിമാൻ ഇറാനി എന്നൊരു വ്യക്തിയായിരുന്നു. ഒരുപാട് ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഇറാനിക്ക് പെട്ടെന്ന് ഒരുപാട് കടബാധ്യതകൾ വന്നു. ആ കടം വീട്ടാൻ വേണ്ടിയാണ് ഈ സിനിമയിലെ നടീനടന്മാർ ഉൾപ്പെടെ എല്ലാ ടെക്നീഷ്യന്മാരും പൈസ വാങ്ങാതെ പ്രവർത്തിച്ചത്. പലരും വേണ്ടാന്ന് വെച്ച ഈ ഒരു പ്രോജക്റ്റ് 2 വർഷം എടുത്തിട്ടാണ് അവർ ഷൂട്ട് ചെയ്തത്. എന്നാൽ സിനിമ മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ സമയത്ത് നിർമ്മാതാവായ നരിമാൻ ഇറാനി ഒരു അപകടത്തിൽ മരണപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ ഒരു സിനിമയുടെ ലാഭത്തിന്റെ വലിയൊരു വിഹിതം അവർ കൊടുക്കുകയും ചെയ്തു. ഡോൺ എന്ന ഈ സിനിമ ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഭയങ്കരമായ ഒരു ഓളം ഉണ്ടാക്കിയ സിനിമയാണ്.
ഇന്ത്യയിൽ ഡോൺ ഫ്രാഞ്ചൈസിക്ക് തുടക്കം കുറിച്ചു എന്ന് മാത്രമല്ല 7ഓളം ഭാഷകളിലേക്ക് സിനിമ റീമേക്ക് ചെയ്തു പോയി. മലയാളത്തിൽ മോഹൻലാലിന്റെ ശോഭരാജ് ആയിരുന്നു ഡോണിന്റെ റീമേക്ക്. പാകിസ്ഥാനിൽ കോബ്ര എന്ന പേരിലും ഈ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട്. സിനിമയിലെ യേ മേരാ ദിൽ എന്ന പാട്ട് അമേരിക്കയിലെയും യൂറോപ്പിലെയും പല പ്രശസ്ത മ്യൂസിക് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുമാത്രമല്ല പല അമേരിക്കൻ സിനിമകളിലും സീരീസുകളിലും ഈ പാട്ടും ഡോൺ സിനിമയുടെ BGM-ഉം ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനു പറയാൻ, മാർവൽ സ്റ്റുഡിയോസിന്റെ ടെലിവിഷൻ സീരീസായ മിസ് മാർവലിൽ യേ മേരാ ദിൽ എന്ന പാട്ട് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം എന്തൊക്കെയാണെങ്കിലും ഒരു നിർമ്മാതാവിന്റെ കടം തീർക്കാൻ വേണ്ടി ₹1 പോലും വാങ്ങാതെ എല്ലാ ആർട്ടിസ്റ്റുകളും പ്രവർത്തിച്ച വേറൊരു ബിഗ് ബജറ്റ് ഇന്ത്യൻ സിനിമ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗജനി. ഒരു സിനിമ എടുക്കുമ്പോൾ പല സ്ഥലത്തു നിന്നും പല സംഭവങ്ങൾ റെഫറൻസ് ആയി എടുക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ മേഖലയിലും മറ്റ് സംഭവങ്ങൾ റെഫറൻസ് ആയി ഉപയോഗിച്ച ഒരു സിനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതാണ് 2005 പുറത്തിറങ്ങിയ തമിഴ് സിനിമയായ ഗജനി. സിനിമയുടെ പേര് തന്നെ നോക്കിയാൽ അത് സ്വന്തമായിട്ടുള്ളതല്ല, പകരം റെഫറൻസ് ആണ്. 10ാം നൂറ്റാണ്ടിൽ അഫ്ഗാനിസ്ഥാനിലെ ഗസനിയിൽ ജീവിച്ചിരുന്ന സുൽത്താൻ മഹ്മൂദ് ഓഫ് ഗസനി എന്ന പേരിൽ നിന്നും എടുത്തതാണ് ഗജനി എന്ന ഈ ഒരു പേര്. ഇനി സിനിമയുടെ കഥ 2000 പുറത്തിറങ്ങിയ ക്രിസ്റ്റഫർ നോളന്റെ മെമന്റോയിൽ നിന്നും ഇൻസ്പയർ ആയി എടുത്തിട്ടുള്ളതാണ്. ഇനി സിനിമയുടെ സ്റ്റോറി ലൈൻ 1998 കന്നഡ സിനിമയായ സൂത്രധാരയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. സിനിമയുടെ കോമഡി സീനെല്ലാം എടുത്തിട്ടുള്ളത് 1951 ബ്രിട്ടീഷ് കോമഡി സിനിമയായ ഹാപ്പി ഗോ ലവ്ലി എന്ന സിനിമയിൽ നിന്നുമാണ്. അതുമാത്രമല്ല സിനിമയിലെ ഇമോഷണൽ സീനുകളെല്ലാം എടുത്തിട്ടുള്ളത് 2001 ഫ്രഞ്ച് സിനിമയായ അമേലിൽ നിന്നുമാണ്. ഇനി അഭിനേതാക്കളിലേക്ക് വരികയാണെങ്കിൽ സിനിമയിലെ നായികയായ അസിന്റെ കൽപ്പന എന്ന കഥാപാത്രം വാസ്തവത്തിൽ മരണപ്പെട്ടുപോയ കൽപ്പന ചൗളിൽ നിന്നും റെഫറൻസ് ആയി എടുത്തിട്ടുള്ളതാണ്. അതോടൊപ്പം നായകനായ സൂര്യയുടെ സഞ്ജയ് രാമസ്വാമി എന്ന കഥാപാത്രവും അദ്ദേഹത്തിന്റെ സ്റ്റൈലും കോസ്റ്റ്യൂമും എല്ലാം പ്രശസ്ത ഗാർമെന്റ് എക്സ്പോർട്ടറായ ടാഗോർ ബക്ഷണിയുടെ റെഫറൻസ് ആയിരുന്നു. ഇനി സിനിമയിലെ പാട്ടുകളിലെ കോസ്റ്റ്യൂമെല്ലാം ഫ്രാൻസിലെ പാരീസിലെ ഒരു പ്രശസ്ത ഡാൻസ് ക്ലബിൽ നിന്നും റെഫറൻസ് ആയി എടുത്തിട്ടുള്ളതാണ്. ഇതുകൂടാതെ സിനിമയുടെ ക്ലൈമാക്സിലെ ഫൈറ്റ് ഉൾപ്പെടെ പല ഫൈറ്റ് സീനും 2000 പുറത്തിറങ്ങിയ ദ ആർട്ട് ഓഫ് വാർ എന്ന ഹോളിവുഡ് സിനിമയിൽ നിന്നും എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. എന്ന് കരുതി പടം മോശമാണെന്നല്ല പറയുന്നത്. എല്ലാവരെയും പോലെ തന്നെ എന്റെയും പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ഗജനി. പക്ഷെ സിനിമയിൽ ഇങ്ങനെയൊരു വിചിത്രമായ സംഭവം ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. മലയാള സിനിമയിൽ വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചിരുന്ന ഒരു നടനായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. കോമഡിയും സീരീസുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം മലയാള സിനിമയിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ എത്ര പേർക്കറിയാം, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒരു നടൻ മാത്രമല്ല, ഒരു സംഗീത സംവിധായകൻ കൂടിയായിരുന്നു. 1984 പരശുരാം എക്സ്പ്രസ്, 85 സർവം സഹ എന്നീ 2 സിനിമകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തത്. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ പാട്ടുകൾക്ക് വരി എഴുതിയിട്ടുള്ളത് ബിച്ചു തിരുമല, ഭരണിക്കാവ് ശിവകുമാർ തുടങ്ങിയ വ്യക്തികളാണ്. പാട്ട് പാടിയതാകട്ടെ ജയചന്ദ്രൻ, KS ചിത്ര തുടങ്ങിയ പ്രഗത്ഭരായ ഗായകർ. അതുമാത്രമല്ല 80കളുടെ മധ്യത്തിൽ ശ്രീപാദം എന്ന ഭക്തിഗാനങ്ങളുടെ ആൽബം അദ്ദേഹം കമ്പോസ് ചെയ്തിരുന്നു. അതിൽ 10ലധികം ഗാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും ഒടുവിൽ ഉണ്ണികൃഷ്ണന് ഇത്തരത്തിലൊരു കഴിവുണ്ടായിരുന്നുവെന്ന് അധികം ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. രസകരമായ മറ്റൊരു മേഖലയാണ് സിനിമയുടെ ഡബ്ബിംഗ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല വ്യക്തികൾ സിനിമകളിൽ അഭിനയിക്കുകയും ഡബ്ബ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 90കളിലെ ജാപ്പനീസ് ആനിമേഷനായ ദ ലെജൻഡ് ഓഫ് രാമായണത്തിന്റെ ഇംഗ്ലീഷ് വേർഷനിൽ ശ്രീരാമന് വേണ്ടി ഡബ്ബ് ചെയ്തിട്ടുള്ളത് ബ്രേക്കിംഗ് ബാഡ് എന്ന സീരീസിലെ വാൾട്ടർ വൈറ്റിനെ അവതരിപ്പിച്ച ബ്രയാൻ ക്രാൻസ്റ്റൺ ആയിരുന്നു. അതോടൊപ്പം മണി ഹേസ്റ്റിലെ നൈറോബി അവതരിപ്പിച്ച സ്പാനിഷ് നടിയായ ആൽബ ഫ്ലോർസ് ഒരു ഇന്ത്യൻ സിനിമയിൽ നാട്ടിൻപുറത്തെ യുവതിയായി അഭിനയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ വിചിത്രമായി സംഭവിച്ച ഒന്നാണ് ഇന്ത്യൻ സ്പൈഡർമാനായ പവിത്രർ പ്രഭാകർ. മുംബൈ നഗരത്തിൽ താമസിക്കുന്ന ഇന്ത്യൻ സ്പൈഡർമാനായ പവിത്രർ പ്രഭാകറിന് വേണ്ടി ഡബ്ബ് ചെയ്തത് സാക്ഷാൽ ഇന്ത്യൻ ക്രിക്കറ്ററായ ശുഭ്മാൻ ഗില്ലായിരുന്നു. ഹോളിവുഡിലെ ഒരു ഫ്രാഞ്ചൈസിയിലെ കഥാപാത്രത്തിന് വേണ്ടി ഡബ്ബ് ചെയ്ത ലോകത്തിലെ ഒരേ ഒരു സ്പോർട്സ് താരവും കൂടിയാണ് ശുഭ്മാൻ ഗിൽ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ